കേന്ദ്ര സർക്കാർ പട്ടികവർഗ മേഖലയിൽ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ അവസ്ഥയറിയാനും ജീവിത സാഹചര്യങ്ങൾ നേരിട്ടറിയാനുമാണ് സംഘം വയനാട്ടിലെത്തിയത്. സുഗന്ധഗിരി പുനരധിവാസ കേന്ദ്രം, കണിയാമ്പറ്റ GMRS എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തിയ സംഘം കളക്ടറേറ്റിൽ ഉദ്യോഗസ്ഥരുമായും ചർച്ച നടത്തി. കോഴിക്കോട് ട്രൈബൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നതിന് പ്രഥമ പരിഗണന നൽകുമെന്ന് കേന്ദ്ര പട്ടികവർഗ ക്ഷേമ വകുപ്പ് സെക്രട്ടറി ഋഷികേഷ് പാണ്ഡെ പറഞ്ഞു. This one point I said there are many new things, but one thing we would like to be doing is the strengthen the Tribal Research Institute in Kozhikode. That's one thing we are focusing on. Like just now I mentioned, we would like to have primers in both tribal language and Malayalam script and Malayalam language and Malayalam script. ആദിവാസികളും മറ്റ് വിഭാഗക്കാരും തമ്മിലുള്ള വിദ്യാഭ്യാസ അന്തരത്തിൽ ഇനിയും മാറ്റമുണ്ടാക്കാൻ സാധിച്ചിട്ടില്ലെന്നും വ്യക്തിഗത സഹായങ്ങൾ ചെയ്യുന്നത് സമൂഹത്തിന് ഗുണകരമാകില്ലെന്നും പാണ്ഡെ പറഞ്ഞു. ആദിവാസികളുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നിർദ്ദേശവും നൽകി. കൂടാതെ ആദിവാസി വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് തടയാൻ പദ്ധതി തയ്യാറാക്കാനും സംഘം ആവശ്യപ്പെട്ടു. പട്ടികവർഗ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സുബ്രത ബിശ്വാസ്, ജില്ലാ കളക്ടർ കേശവേന്ദ്രകുമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. മീഡിയ 1 വയനാട്.